ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പുട്ടിന് വേണ്ടത് എന്താണ്? തേങ്ങ, ഏത്തപ്പഴം, അതുപോലെ ഉപ്പ്, വെള്ളം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ. ഇട്ടിട്ടൊന്ന് കലക്കണം. അതിനുശേഷം ഈ അവലാണ് നനച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ക്യാമറ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു കൈ വെച്ചാണ് ക്യാമറ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം രാവിലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, പിള്ളേർക്കൊക്കെ കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ മീതിലിടുക. വേറെ ഒന്നുമില്ല, ഇത് നനച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു വാഴയില ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പുവെള്ളം തേങ്ങയിൽ നല്ലപോലെ നനച്ച് വെക്കുക. കൈ കൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ. അവൽ നേരിയൊരു നനവ് മതിയിട്ട് അവലിന് പെട്ടെന്ന് കുതിരും. ഒത്തിരി നനക്കാൻ പാടില്ല, അവൽ ജസ്റ്റ് നനച്ചാൽ മതി. കാരണം ആവിയിൽ വെക്കുമ്പോഴത്തേനും അത്യാവശ്യം നനവ് കിട്ടും. തന്നെ നമ്മൾ പുട്ടുപൊടി നനക്കുന്ന ഭാഗമായിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ടതാണ്. നമ്മൾ പണ്ടൊക്കെ എന്ത് ഭക്ഷണവും അടപ്പത്തും വിറകിലിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കറിച്ചട്ടിയിലൊക്കെ വരാൻ നമ്മൾ പണ്ട് കാലത്തൊക്കെ തിന്നുമായിരുന്നു. ഇപ്പം നമ്മൾ ഭയങ്കര ലോകം മാറിയപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ ഫോർക്കൊക്കെ വെച്ച് കുത്തി തിന്നുള്ളൂ, സ്പൂൺ കൊണ്ട് കഴിക്കുള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്താഹാരം നമ്മൾ കൈ കൊണ്ട് എടുത്ത് കഴിക്കുന്ന ഒരു ഫീല് അത് നമ്മൾ ഈ ഫോർക്കിലോ സ്പൂണിലൊക്കെ കുത്തി കഴിച്ചാൽ കിട്ടൂല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടി തേങ്ങ വേണം കേട്ടോ. ഇത്തിരിയും കൂടി തേങ്ങ ഇങ്ങനെ ഇടാം. അതിന് ശേഷം ഇത്തിരി തേങ്ങ നമ്മൾ ഇലയിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്ത്, പരിപ്പിട്ട് ഗോതമ്പിട്ടൊക്കെ ആണെങ്കിൽ ഇലയിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അവലായതുകൊണ്ട് അവൽ ചെറിയ നനവടിക്കുമ്പോൾ തന്നെ ഇതാവും. അതുകൊണ്ട് ഇച്ചിരി ഇല വെച്ചെന്നുള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് നമ്മൾ ഈ അവൽ കുറച്ച് ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, അവലായതുകൊണ്ട് റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവലെല്ലാം കൂടി കട്ട പോലെ പോകട്ടെ. അതിനുശേഷം നമ്മൾ ഏത്തപ്പഴം ചെറിയ പീസുകളാക്കി വെച്ചേക്കണേണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ ഏത്തപ്പഴം ഭയങ്കരമായിട്ട് പഴുത്ത് പോയ ഏത്തപ്പഴമല്ല, ഒരു മീഡിയം പഴുപ്പുള്ള ഏത്തപ്പഴം ഉണ്ടാ, അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ അവൽ ഇങ്ങനെ മീതിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇത്തിരി തേങ്ങയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങ ഇങ്ങനെ ഇത്തിരി ഇട്ട് കൊടുക്കണം ഗൈസ്. വീണ്ടും നമ്മൾ അവൽ ഞാനീ എന്തുണ്ടാക്കിയല്ല എൻ്റെ മോള് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് നാടൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കുറവാണ്, പക്ഷെ കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. കുറച്ച് തേങ്ങയും കൂടി ഇടാം ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് മുടി വേവിച്ചിട്ട് പിന്നെ കാണിക്കാൻ നോക്കുമ്പോഴത്തേനും ഇത് എഡിറ്റൊക്കെ ചെയ്ത് രണ്ടാമത് ഇടാൻ എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ പഠിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ക്യാമറയൊക്കെ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഇത്രയുള്ള. ഇനി നിങ്ങൾ തീ കത്തിക്കുക കേട്ടോ.
ഇനി ഇതൊരു അവൽ ഓൾറെഡി നമ്മൾ പച്ചക്ക് കഴിക്കുന്ന സാധനമല്ല. പിന്നെ പഴം പഴുത്ത കാരണം ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. പഴം വരാനുള്ള സമയം മതി. പഴം വെന്തങ്ങ് തുടയണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്, നിങ്ങളത് ട്രൈ ചെയ്തൊക്കെ അതൊക്കെ എടുത്ത് നോക്കട്ടെ. രാവിലെ ഒന്ന് എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി. ഇപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റുള്ളത്. അപ്പോൾ എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അവിടെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഇത് കഴിക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ഞാൻ ഈ രാവിലെ എല്ലാ ദിവസവും മാധവനെ തിരികെത്തിക്കും. ഇന്നിപ്പോൾ ഞാൻ കാലത്ത് എണീറ്റൊന്ന് ഇതിൽ തൊട്ടുപോയി. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് എൻ്റെ മാധവനെ തിരികെത്തിക്കാനായിട്ട്. എന്താ ഈ മാധവനെ എല്ലാ ദിവസവും ഞാൻ വിളക്ക് തിരിയിടും. ഓക്കെ.